ഞാൻ ശരണ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ പ്രസവരക്ഷയുടെ വീഡിയോ ആണ്. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 14 ഡേയ്സൊക്കെ ആവണുണ്ട്. അപ്പോൾ ഞാൻ പ്രസവരക്ഷയ്ക്കായിട്ട് സെലക്ട് ചെയ്തത് ശാന്തി മഠം ആയുർവേദിക് സെൻറ്റർ ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇതിലോട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇപ്പോൾ 4 ഡേയ്സ് കഴിഞ്ഞു. 4 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ന് 5th ഡേ ആണ്. 4 ഡേയ്സിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇന്നത്തേത്. അപ്പോൾ 4 ദിവസത്തെ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂം. അപ്പോൾ ഇതാണ് എൻ്റെ തെറാപ്പിസ്റ്റ് ശരണ്യ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് വരുന്നത് കിഴിയാണ് വരുന്നത്. ഇത്ര ദിവസം മസാജ് ആയിരുന്നു. ഇന്ന് തൊട്ട് നമ്മൾ 5 ദിവസത്തേക്ക് കിഴി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പ്രകാരം ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബോഡി മസാജ് ചെയ്തിട്ട് പാക്ക് ഇട്ടതിന് ശേഷം ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ വേദവെള്ളത്തിൽ തന്നെ ബോഡി ഫുള്ളായിട്ട് ഒന്ന് തുടച്ചെടുക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഈ ബോഡി പാക്കാണ് യൂസ് ചെയ്യുന്നത്. ബോഡി പാക്ക് നമ്മുടെ ധന്വന്തരം കുഴമ്പ്, നമ്മുടെ ശാന്തി മഠത്തിൻ്റെ തന്നെ ധന്വന്തരം കുഴമ്പിലാണ് നമ്മൾ ഈ ബോഡി പാക്ക് മിക്സ് ചെയ്ത് ശരീരത്ത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബോഡിയിൽ സ്ട്രെച്ച് മാർക്കൊക്കെ പോകാനായിട്ടാണ്. ഇത് മഞ്ചിഷ്ടമാണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ഫേസ് മസാജിനായിട്ടാണ്. മസാജ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ചൂട് ആവിയെല്ലാം മുഖത്ത് തന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണിത്. ഇത് നമ്മൾ നമ്മുടെ ശാന്തി മഠത്തിൻ്റെ തന്നെ റോസ് വാട്ടറിലാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇത് നമ്മൾ കിഴിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശാന്തി മഠത്തിൻ്റെ തന്നെ കൊട്ടൻ ചുക്കാതി തൈലമാണ്. ഈ തൈലമായിട്ടാണ് ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഇത് ചെയ്യുന്നത് നമ്മൾ. പിന്നെ അത് അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ്. നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് കുഞ്ഞിനെ ബോഡി മസാജ്. പിന്നെ നമ്മുടെ ഹെഡ് മസാജ് ഫസ്റ്റായിട്ട് നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റിലും ഫസ്റ്റ് വരുന്നത് ഹെഡ് മസാജാണ്. അതിന് നമ്മൾ ശാന്തി മഠത്തിൻ്റെ ഹെർബോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല ഉപകാരമാണ്. പിന്നെ ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് രാസ്നാദി ഇട്ട് പിന്നെ നമ്മൾ തല പോയിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കിഴി ചെയ്യുന്ന ദിവസം നമ്മൾ തല നനയ്ക്കത്തില്ല. ഡോക്ടർ പറഞ്ഞത് പ്രകാരം നമ്മൾ കിഴി ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ തല നനയ്ക്കത്തില്ല. അതാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ വേദിൻ്റെ വെള്ളമാണ്. നമ്മളിവിടെ തന്നെ ഓരോ 4 ദിവസം കൂടുന്തോറും നമ്മളിതിൻ്റെ മെഡിസിൻ മാറ്റിക്കൊണ്ടിരിക്കും. ഫേസ് മസാജാണ് ചെയ്യുന്നത്. അതിന് നാൽപ്പാമരാതി കീരമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശാന്തി മഠത്തിൻ്റെ തന്നെയാണ്.
നമ്മൾ കയ്യിൽ തന്നെ വെച്ച് അതിന് ശേഷമാണ് പേഷ്യൻസിന് നമ്മൾ കിഴിയായിട്ട്. ഇനി അങ്ങോട്ട് ഈ പാക്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വേറെ പാക്ക് നമ്മൾ പിന്നെ ഞവര കിഴിയുണ്ട്, ഞവര തേപ്പുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബോഡിയിൽ കുറച്ച് ഗ്ലേസിങ് ഒക്കെ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ പൊടിക്കിഴിയാണ്. അവസാന ദിവസമാണ് ഞവര തേപ്പ് ചെയ്യുന്നത്. ഫേസ് പാക്കിൽ ഈ സെയിം ഇത് തന്നെ ഞവര തന്നെ നമ്മൾ ഉപയോഗിക്കും. ആ കിഴിയായിട്ട് നമ്മൾ മുഖത്ത് ചെറിയ ചൂടിൽ അപ്ലൈ ചെയ്യും. അടുത്തതായിട്ട് ധന്വന്തരി കുഴമ്പും നമ്മൾ ബോഡി പാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ ടോട്ടലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കയ്യിലും ഇതായിട്ട് കാണിക്കുന്നത്. കിഴിയിടുന്ന ദിവസങ്ങളിൽ ഹാർഡായിട്ടുള്ള മസാജ് ഉണ്ടായിരിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് ഇന്നത്തെ ദിവസം വരും. അല്ലാത്ത ദിവസം നമ്മൾ നല്ല ഹാർഡായിട്ട് മസാജൊക്കെ ചെയ്ത് ആണ് അതിന് ശേഷമാണ് പാക്ക് ഇടുന്നത്. ഇത് സോഫ്റ്റ് മസാജാണ് ചെയ്യുന്നത്. അങ്ങനെ കിഴിയിടുന്ന ദിവസങ്ങളിൽ സോഫ്റ്റ് മസാജേ ആവശ്യമുള്ളൂ. ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞത് പ്രകാരമാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഈ ഫേസ് പാക്സ് ഇടും. അപ്പോൾ ഫേസ് പാക്ക് ഇടുന്നതൊന്നും കാണിക്കുന്നില്ല. ആ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമാണ് അടുത്ത വേദഗുളി വരുന്നത്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരിക്കലാണ് നമ്മൾ കിഴി മാറ്റുന്നത്. ഇത് നമ്മൾ എല്ലാ മെഡിസിനും കിഴിയാക്കിയാണ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളത്. അതിന് 4 ദിവസത്തിനകത്ത് നമ്മൾ കിഴി മാറ്റും. ഇന്ന് കിഴി മാറ്റേണ്ട ദിവസമാണ്, അതാണ് കളർ എങ്ങനെ ഇന്നത്തെ കിഴി മാറ്റും. നമ്മുടെ വേദി കിഴിയുടെ മെഡിസിൻ ഇതിലെല്ലാ മെഡിസിനും വരുന്നുണ്ട്. അപ്പോൾ ഇത് കിഴി കെട്ടിയിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെള്ളം ഫില്ല് ചെയ്തിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് വീണ്ടും ചൂടാക്കി ആണ് അപ്ലൈ ചെയ്യുന്നത്.
ഇത് ഇന്നിനി ഫുള്ളായിട്ട് നമ്മൾ തിളപ്പിക്കും. കിഴി അടിയിൽ പോയിട്ട് മെഡിസിൻ ആ വെള്ളത്തിലൊക്കെ ആകുന്നത് വരെ നമ്മൾ തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നാളത്തേക്ക് കോരുന്നത്. ഇന്നത്തേക്കുള്ള വെള്ളം നമ്മൾ എടുത്തിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് കിഴി ഇതായിരുന്നു, പൊടിക്കിഴിയുടെ തന്നെയാണ്. അപ്പോൾ കിഴി ടൈപ്പ് ആയതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തില്ല. അപ്പം വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പോൾ എന്നും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചുക്ക് കാപ്പി തരും. അപ്പോൾ ചുക്ക് കാപ്പി ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ അത് കുടിക്കണം. പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കിടക്കണം. കിടന്നതിന് ശേഷം വേണം അടുത്ത പരിപാടി നോക്കാനായിട്ട്. പിന്നെ ഇത് കുറുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ആയപ്പോൾ 5 തരം ഇലയുടെ കുറുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ കുറുക്കും കൂടെ കഴിക്കണം. വൈകുന്നേരത്തിനകം കഴിച്ച് തീർത്താൽ മതി. പിന്നെ അത് വയറിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. സാരിയുടെ ഇത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഇനി നൈറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം വേണം അത് ഇത് അഴിച്ചെടുക്കാനായിട്ട്. അതുവരെ അഴിക്കാൻ പാടില്ല. ഫുഡ് കഴിച്ചിട്ട് വേണം അഴിക്കാനായിട്ട്. പിന്നെ വേറെ എന്താണുള്ളത്? പിന്നെ ഇവിടെ ശാന്തി മഠത്തിൽ നമ്മൾ 14 ഡേയ്സ് പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും എക്സ്പീരിയൻസും എല്ലാം ഞാൻ ഇത് ഒരുവിധം കംപ്ലീറ്റ് ആയതിന് ശേഷം ഷെയർ ചെയ്യാം. എത്ര രൂപയാണെന്നും അത് എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ IP ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, സ്റ്റേ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ വീഡിയോയും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ വാവയെ കുളിപ്പിക്കുന്ന വീഡിയോ വേറൊരു ഇതായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ കുളിച്ചതിന് ശേഷം നല്ല ഉറക്കമാണ്. അപ്പോൾ ടാറ്റാ.